ദില്ലിയിൽ ഇന്നിപ്പോൾ ഇത്രയും വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ സമരത്തെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിലൂടെ തല്ലി ഒതുക്കാൻ അടിച്ചൊതുക്കുവാൻ കേന്ദ്രം ശ്രമിക്കുകയാണ്. എന്നാൽ അവിടെ ദില്ലിയിൽ മറ്റു ചില ചർച്ചകൾ കൂടി നടക്കുന്നു. ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ അവർക്ക് സമയമില്ല. ഇതൊന്നും അവരുടെ മുമ്പിൽ ചർച്ചയ്ക്ക് എത്തേണ്ട വിഷയവുമില്ല. അപ്പോൾ പിന്നെ എന്താണ് അവർ ചർച്ച ചെയ്യുന്നത്? അവർ ഇപ്പോൾ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നത് കേരളത്തിലെ BJP ഫണ്ട് വിവാദം എങ്ങനെ ഒതുക്കി തീർക്കാം എന്നുള്ളതാണ്. വിദേശത്ത് നിന്നും തിരിച്ചെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ അവിടെ നടക്കുന്നത്. ആരോപണ വിധേയർക്കെതിരെ സംഘടനാ തലത്തിൽ നടപടിയെടുത്ത് വെട്ടിപ്പൊതുക്കുക, അങ്ങനെയുള്ള ഒരു കേന്ദ്ര നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കുവാൻ. കമലേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കമലേഷിലേക്ക് പോകാം. കമലേഷ്, ഗുഡ് മോർണിംഗ്. വളരെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ BJPക്കുള്ളിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വിവാദങ്ങളെല്ലാം ഉയരുമ്പോൾ അത് ആരാണോ ഉയർന്നത്, അല്ലെങ്കിൽ അവർ ഏറ്റവും താഴെ തട്ടിൽ, ഒരുപക്ഷെ അയോധ്യ രാമക്ഷേത്ര കൊലയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഏറ്റവും താഴെ തട്ടിലുള്ള 1-2 പേരിലേക്ക് സംഘടനാ തലത്തിൽ നടപടികൾ എടുത്തുകൊണ്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കുക എന്നൊരു ശ്രമത്തിലേക്ക് BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ പോകുന്നുണ്ട്. അവരെ അതിലേക്ക് നയിക്കുന്നത് ഒരു പക്ഷേ ഈ വാർത്ത കൂടുതൽ പുറത്തു വന്നാൽ, കൂടുതൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഈ ഫണ്ടൊക്കെ എവിടെ നിന്നായിരിക്കും വരിക എന്നുള്ള കാര്യം ഇവർ വെളിപ്പെടുത്തേണ്ടി വരും എന്നുള്ള ഭയമായിരിക്കില്ലേ ഇങ്ങനെയുള്ളൊരു ഒത്തുതീർപ്പിലേക്കും ഈ സംഘടനാ തരത്തിലുള്ള പേരിനുള്ള നടപടിയിലേക്കും അവരെ കൊണ്ടുവന്നെത്തിക്കുന്നത്? സിന്ധൂരി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ആ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് നിലവിൽ BJP നേരിടുന്നത്. ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് വ്യാപകമായി BJPക്ക് ഫണ്ട് എത്തിയിട്ടുള്ളത് കേന്ദ്രത്തിൽ നിന്നും. ആ ഫണ്ട് പലതരത്തിൽ തിരിമറി നടത്തി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് അടിച്ചു മാറ്റി പലരുടെയും പോക്കറ്റിലാക്കി എന്നുള്ളതാണ് നിലവിൽ വന്നിട്ടുള്ള വാർത്തകൾ. അതിൻ്റെ പലതരത്തിലുള്ള തെളിവുകൾ അതിൻ്റെ ഭാഗമായി തന്നെ പുറത്തു വന്നത് സംസ്ഥാന നേതൃത്വത്തിന് വലിയ തലവേദനയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്, അതല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ഈ ഫണ്ട് തട്ടിപ്പിൻ്റെ ഭാഗമായി പല നേതാക്കളും കീശയിലാക്കിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇതിൽ BJPയുടെ പതാക ഉൾപ്പെടെ, അതായത് സൗജന്യമായി കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള പതാക, അതായത് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് പതാകകളാണ് ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുള്ളത്. ആ പതാകകൾ പോലും കാശ് കൊടുത്ത് കീഴ്ഘടകങ്ങൾക്ക് വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പതാക വിറ്റതും, അതുപോലെ തന്നെ മോദിയുടെ ഉൾപ്പെടെ കട്ടൗട്ടറുകൾ, അതുപോലെ മറ്റ് പോസ്റ്ററുകൾ, ഇതെല്ലാം പൈസ കൊടുത്ത്, അതായത് സൗജന്യമായി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച സാധനങ്ങളെല്ലാം തന്നെ കീഴ്ഘടകങ്ങൾക്ക് പൈസ കൊടുത്ത് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ആ നിലയിലും തട്ടിപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് ഫണ്ട് തന്നെ നേരിട്ട് തട്ടിച്ച ആളുകളുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് നിലവിൽ BJP സംസ്ഥാന നേതൃത്വം പോകുന്നത്. ഏതായാലും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിദേശത്തായിരുന്നു. അദ്ദേഹം വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് രാജ്യത്ത്. അതിൻ്റെ ഭാഗമായി തന്നെ നേരിട്ട് ഡൽഹിയിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നും പ്രൈവറ്റ് സെക്രട്ടറിയെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ വ്യാപ്തിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുൻപ് ചെറിയ തോതിൽ സംഘടനാ നടപടി സ്വീകരിച്ച് ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ളൊരു നീക്കത്തിലേക്കാണ് സംസ്ഥാന BJPയും അതുപോലെ തന്നെ കേന്ദ്രവും തയ്യാറാകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സിന്ധൂരി സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാഹ്യമായ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും എത്ര കോടിയാണ് സംസ്ഥാനങ്ങൾക്ക് BJP കേന്ദ്ര ഘടകം കൊടുത്തിട്ടുള്ളത്, അങ്ങനെ കൊടുക്കാൻ ഈ തുക എവിടെ നിന്ന് വന്നു, അതിൻ്റെ സോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പ്രയാസമായി വന്നേക്കാം എന്നുള്ളൊരു ഭയം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിലുള്ള നടപടി സ്വീകരിച്ച് ഈ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ ഒതുക്കി തീർക്കുന്നതിനുള്ള ഒരു ഇടപെടലാണ് നിലവിൽ BJPയുടെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കമലേഷ്, ഇതിൽ ഏറ്റവും കൂടുതൽ വെട്ടിലാകുന്നത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ആയിരിക്കുമല്ലോ. കാരണം നിയമത്തെ എത്ര തുകയാണ് അവർ ഒഴുക്കിയിരിക്കുന്നത് എന്ന ചോദ്യമായിരിക്കുമല്ലോ. ഇത് കൂടുതൽ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തേണ്ട ഒരു ചോദ്യം. കാരണം നിയമം ഇവർക്കൊരു വലിയ പ്രശ്നമായിരുന്നല്ലോ. സിന്ധൂരി, തീർച്ചയായും നിയമം മാത്രമല്ല, BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളായി കണ്ടിട്ടുള്ള വിവിധ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലെല്ലാം പണം വാരിക്കോരി വിതരണം ചെയ്തിട്ടുണ്ട് എന്ന ആക്ഷേപം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ
സാധിക്കുന്ന തുകയ്ക്കും അപ്പുറത്തേക്കുള്ള വലിയ തുകയാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം ചെലവഴിച്ചിട്ടുള്ളത് എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നിയമത്തെ സംബന്ധിച്ചാണെങ്കിൽ വി ശിവൻകുട്ടി വളരെ കൃത്യമായി, അതായത് ഈ വോട്ടർമാർക്ക് ഉൾപ്പെടെ പണം നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടതിലും കൂടുതൽ തുക മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് തുടങ്ങിയ ആക്ഷേപങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ പരാതികളെല്ലാം വരുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണമെല്ലാം വരുമ്പോൾ ഈ തുക, എത്ര തുകയാണ് വന്നിട്ടുള്ളത്, ഓരോ മണ്ഡലത്തിനും അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്, ചെലവഴിച്ചിട്ടുള്ള തുക എത്രയാണ്, ഇക്കാര്യങ്ങളുടെ എല്ലാം കണക്കുകളും പുറത്തേക്ക് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ വിഷയം ഒതുക്കി തീർത്ത് സംഘടനാ തലത്തിൽ എന്തെങ്കിലും ചെറിയ നടപടി സ്വീകരിച്ച് ആ നിലയിൽ ഈ വിഷയം ഒതുക്കി തീർക്കുന്നതിനുള്ള ഇടപെടൽ തന്നെയാണ് നിലവിൽ നടക്കുന്നത്. സിന്ധുരി. ശരി കമലേഷ് പറഞ്ഞതുപോലെ തന്നെ ഒത്തുകളിയും ഒതുക്കി തീർക്കലും ഇത് രണ്ടും BJP വളരെ ഭംഗിയായി കേന്ദ്രത്തിലും കേരളത്തിലും ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും BJPയിലെ ഈ ഫണ്ട് വിവാദം ആരെയൊക്കെയാണ് കുരുക്കിലാക്കുക, കുരുക്കടിക്കാൻ ആരുടെയൊക്കെ ചുമലിൽ ഈ കുറ്റം ചാരി രക്ഷപ്പെടണം, ആ കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു ഗവേഷണമാണ് ദില്ലിയിൽ ഈ ദിവസങ്ങളിൽ നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല.